അങ്ങനെ രാവിലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോവാണ്. ബൈക്കിനുള്ള യാത്രയാണ്. മൂന്നാർ ആനക്കുളത്തേക്കാണ് നിങ്ങളുടെ യാത്ര. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതാ കുറേ ആൾക്കാരൊക്കെ അവിടെ പോയി വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തേക്കാന്ന് വെച്ച് നമ്മളിങ്ങോട്ട് പോകുന്നേക്കാം. ഇതെന്നെ ചൂടുവെള്ളം കുടിക്കണേ? ക്ഷീണം കാരണം കുടിച്ചാൽ വീണ്ടും വെള്ളച്ചാട്ടം കണ്ടിരിക്കുക. പിന്നെ ഇവിടെ കൂടെ ഇറങ്ങിയാണ്. വെള്ളം നന്നായിട്ട് കലങ്ങി വരുന്നുണ്ടല്ലേ? രണ്ടുപേരും കുളിക്കുന്നുണ്ടോ? ഏതായാലും നമ്മൾ ആനക്കുളം പോകുന്ന റൂട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം കുറച്ചധികം പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്നത് കാണാം. ഇതെനിക്ക് തോന്നണ മുമ്പ് എപ്പോഴും ഉരുള് പൊട്ടിയിട്ട് വന്ന് കിടക്കുന്ന കല്ലുകളാണെന്നാണ് തോന്നണേ. കോൺക്രീറ്റ് വഴി കയറാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി കേട്ടോ. എവിടെ എത്തുന്നില്ല. കയറ്റമാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കയറ്റം. ഫസ്റ്റേ തന്നെ വണ്ടി കയറുള്ളൂ. പക്ഷേ ചുറ്റും നല്ല കാടും നല്ല തണുപ്പുമാണ്. ഇതൊരു വേറെ വൈബാണ്. നമ്മൾ ഇത്രയും ദൂരം പോന്നിട്ടോ ഈ വഴിയൊന്നും അധികം വണ്ടികളൊന്നും ഓപ്പോസിറ്റ് വരുന്ന ഒന്നും കണ്ടില്ല. എന്താണോ ഒരു പിടുത്തമില്ല. ഒടുവിൽ ഞങ്ങളിവിടെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലെത്തിയേക്കുവാണ് കേട്ടോ. ഇത് ഇവിടെ എൻ്റെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ സംഭവങ്ങൾ എടുത്തുമില്ല. എന്താണെങ്കിലും ഇവിടെ അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് അടിപൊളി കേട്ടോ. പോരാത്തതിന് തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. പക്ഷേ ഇതിലൊന്നും വണ്ടികളൊന്നും പോകുന്നില്ല. എന്താണ് ഒരു പിടുത്തമില്ല. ഫോട്ടോ എടുക്കാം. ആ ടോപ്പ് ചെണ്ട് ഫോട്ടോ എടുക്കാം അല്ലേ? അവിടെ സെറ്റപ്പ്. ഈ തോട്ടിൽ നിന്നാണ് ആന വെള്ളം കുടിക്കാനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇവിടെയൊന്നുമല്ല, താഴ്ഭാഗത്ത് അങ്ങാണ്ട് കുറച്ചുകൂടി പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ എങ്ങാണ്ടാണ്. അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പതുക്കെ അങ്ങോട്ടും പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ്. ഫുഡൊന്നും കഴിച്ചില്ല. ഇവിടെ ഗൂഗിൾ പേ ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് നോക്കാം.
ഇതാണ് മെയിൻ കുവൈറ്റ് സിറ്റി. അവസാനം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന തോട്ടിലാണ് കേട്ടോ, ഫ്രണ്ടിലായിട്ടാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നത്. പക്ഷേ ഞങ്ങൾ വന്ന സമയം 2 മണിയൊക്കെ സമയമാണ്. ഈ സമയത്തൊന്നും വരത്തില്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ്. വൈകുന്നേരം 5 മണി ആ സമയത്തൊക്കെയാണ് ആന വരുള്ളൂ. ആനയില്ലെങ്കിൽ എന്താ, 2 പോത്ത് നിൽപ്പുണ്ട് അവിടെ. എന്താണേലും ഞങ്ങളിവിടെ 5 മണി വരെ നിൽക്കുന്നില്ല, ഞങ്ങൾ അടുത്ത പരിപാടി നോക്കുവാണ്. എല്ലാ ദിവസവും കഴിക്കുന്നല്ലേ എന്നാ കാച്ചത് അതിനെ മനസ്സിലായില്ല. കാറ്റ് അത് വീഡിയോ മൂന്നാറും അല്ലല്ലേ? അതെ, മൂന്നാർ പോണ വഴിയിൽ നല്ല ചൂടുവെള്ളം, നല്ല തണുപ്പത്ത് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിരുന്ന് കുടിക്കാൻ എന്നാ അടിപൊളിയാണ്. എനിക്ക് റേഞ്ച് അവിടുന്ന് പോയതാ. എന്നാണ് തീരാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ അടിപൊളി യാത്രയ്ക്ക് ശേഷം മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാർ ടൗണിലേക്ക്
ഇതേ അവസ്ഥയായിരുന്നു. അതേ അവസ്ഥയാണ്. ഇത്രയും പെട്ടെന്ന് അടുപ്പിക്കുന്നു. അതും ബുള്ളറ്റൊക്കെ തള്ളണേ. എടാ നേരെ നോക്കി വണ്ടി എടുക്കടാ. അവനെ കുഴിക്കാത്തേക്കും പോലെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക. ഞങ്ങളുണ്ട് പുറകെ നോക്കാൻ. വഴിയൊന്നും നന്നാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇത്രോളം അവന്റെ കൂടി തട്ടിപ്പൊട്ടാൻ നമുക്ക് ഓർമ്മ. അവനെ പാളിപ്പോയി. കാറ്റ് വീശുമ്പോ അങ്ങനെ നമ്മള് മൂന്നാർ വിട്ട് പോവാണ്. ഏത് അയ്യോ എടാ എടുത്തോണ്ട് പോകും കേട്ടോ. ഇതാണ്